ഹായ് എവരിവൺ. അപ്പം ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നല്ല അടിപൊളി സ്രാവും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ അടിപൊളിയാണേ. ഇതുണ്ടെങ്കിൽ നമുക്ക് കുറേ ചോറുണ്ണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ഗ്രാം ഉണക്കമീനാണ് കേട്ടോ എടുത്തേക്കണേ. ഇത് ആദ്യം തന്നെ ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുക. അതിൽ ഉപ്പൊക്കെ പോണ വരെ നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് വെള്ളത്തിൽ മുക്കി വയ്ക്കുക അരമണിക്കൂർ. അരമുറി നാളികേരം ചിരകിയതെടുക്കുക കേട്ടോ. പിന്നെ ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക. അരച്ചിട്ട് വരെ ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണക്കമീൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 2 പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെത്തി വൃത്തിയാക്കി ഇതിട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം നടു കീറിയിട്ടു കേട്ടോ. ഇത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം പാകത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കറിക്ക് ആവശ്യമുള്ളത് മാങ്ങ ഒന്ന് തിളച്ച് വെന്ത് വറ്റാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേണമെങ്കിൽ ഒരു തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതിന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഉപ്പിടണ്ട കേട്ടോ ഉണക്കമീനിൽ. ഇനി ഉപ്പുണ്ടെങ്കിൽ അത് ചാറിലൊക്കെ പിടിച്ചതിന് ശേഷം നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ, മാങ്ങയും മീനൊക്കെ. അപ്പം നമുക്കിത് ഇറക്കാം. ഇനി നമുക്ക് ഇത് വറവിടാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊച്ചുള്ളി ഇട്ടിട്ട് വറുത്തിടാം. അപ്പം ഇത് ഉള്ളി നല്ല ഗോൾഡൻ നിറത്തിൽ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയാ എന്നിട്ട് നമുക്കിത് മീൻകറിക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മീൻകറിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഈ കറി ഇരുന്നതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. നമ്മൾ തീരെ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പം മീൻ കഷ്ണത്തിൽ നിന്ന് ബാക്കിയുള്ള ഉപ്പൊക്കെ ഈ ചാറിലേക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ.